ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാളെ ന്യൂ ഇയർ ആണ്. അതായത് ഇന്ന് രാത്രി. അപ്പൊ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി നമ്മളൊരു 5000 രൂപയുടെ പടക്കം 5000 രൂപ പടക്കം മേടിക്കുമ്പോൾ ഗൈസ് 5000 രൂപ പടക്കം. ഞാൻ ഇപ്പൊ ചുമ്മാ പറയുന്നില്ല, സാധാരണ നമ്മൾ തമ്പനയിൽ പറഞ്ഞത് ഇതുകൊണ്ടോ പൈസ ഇഷ്ടം പോലെ ഇതുണ്ടോ, പൈസ ഉണ്ടോ, ഇഷ്ടം പോലെ പൈസ നമ്മുടെ ഉണ്ട്. ഇത് വെച്ച് നമ്മള് നൈസായിട്ട് ഒരു നൈസായിട്ട് നമ്മള് 5000 രൂപയ്ക്ക് നമുക്ക് പടക്കം മേടിക്കണം മറ്റവരെ. അതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഗൈസ്. അപ്പൊ പടക്കം മേടിക്കുന്നതും പടക്കം പൊട്ടിക്കുന്ന പരിപാടിയൊക്കെ ആയിട്ട് നമ്മുടെ ആഘോഷ പരിപാടികൾ എല്ലാം നമ്മുടെ ഈ വീഡിയോക്കകത്ത് ഉണ്ടാവും മറ്റവരെ. അപ്പൊ സോ നമ്മുടെ ചാനലിലെ കാര്യം പുതിയതായിട്ട് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മുടെ ചാനൽ. ഞാൻ മാത്രമല്ല, നമ്മുടെ മോനുസ് ഉണ്ട് കൂടെ. മോനുസേ ഹലോ ഗായ്സ്, പവർ പവർ പവർ. അപ്പൊ ആദ്യം നമുക്ക് നൈസായിട്ട് സാധാരണ അടിയില്ലാതെ എന്ത് ആഘോഷം എന്ന് ചോദിക്കുന്ന പോലെ നമ്മുടെ ഞാൻ കഴിക്കത്തില്ല ഗൈസ്, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാണ്, ഞാൻ കഴിക്കുന്ന ശീലം നമുക്കുള്ളതല്ല. സോ നമ്മുടെ ഫ്രണ്ട്സിന് കഴിക്കാനായിട്ട് നമ്മൾ സാധനം മേടിക്കണം. അപ്പൊ നമ്മുടെ പൈറോ ഒക്കെ നമ്മൾ അവിടെയാണ് എടുത്തില്ല. നമ്മുടെ സംഭവ സഹചാരിയായ ടിവിസിന്റെ സ്വന്തം വണ്ടിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ആദ്യം ബിവറേജ് പോകണം. അല്ല മോനത്തെ മോനസിന് ഇന്ന് എന്നാ സാധനം അടിക്കണം? മോനസിന് ബിയർ എടുക്കാനാണ്. ബീർ അടിച്ചാൽ മതിയോ? മോനസിന് ബീർ അടിക്കണം. ഞാനതന്നെ കഴിക്കുന്നില്ല. അപ്പൊ ഇവിടെയൊക്കെ പടക്കക്കട ഉണ്ട്, ഇവിടെ ഇഷ്ടംപോലെ പടക്കക്കട ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം പോയി നമുക്ക് ബിവറേജിൽ പോകാം. ബിവറേജിൽ പോയി നമുക്ക് സാധനം മേടിക്കാം. സാധനം മേടിച്ചിട്ട് ബിവറേജ് കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, നമുക്ക് നോക്കാം. ബിവറേജിൽ പോയി സാധനം മേടിക്കാം, കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ കയറി നമുക്ക് സാധനം മേടിച്ചിട്ട് കാണാം. ഓക്കെ, അമ്മേ നാളെ ഇത് കൂട്ടായതുകൊണ്ടാടാ. നാളെ അവധിയാണല്ലോ. നാളെ അവധി ആയതുകൊണ്ടാണ് എല്ലാരും കിടന്നത്. എന്ത് ക്യൂവാ. ഇനിയിപ്പോ പടക്കക്കടനൊക്കെ ക്യൂ ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും നല്ല പടക്കങ്ങളെ നോക്കി പോക്കണം പെട്ടെന്ന്. നല്ല പടക്കം നോക്കി ടീം ചെയ്യണം. ഇവിടെ ഒരു കടയുണ്ട്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച കട തന്നെ ഇവിടെ ഉണ്ട്. പക്ഷെ അവിടെ തിരക്കാണെങ്കിൽ അവിടെ ആകെ സീനായി പോകും. നമുക്ക് ഇച്ചിരി തിരക്ക് കുറഞ്ഞൊരു കട കിട്ടുവാണെങ്കിലാണ് സമാധാനപരമായിട്ട് നമുക്ക് ആ ഒരു കൂട്ടൊക്കെ നോക്കി മേടിക്കാൻ പറ്റുന്നത്. ഇതെന്താണ് അത്തർ ഊതും അത്തറും. ഞാൻ അച്ചാറിനെ വായിച്ചേ. അത്തർ നല്ലോണ്ട് പോകുമ്പോൾ മേടിക്കാം. തിരക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. എന്റെ പൊന്നടായി സാധാരണ അവിടെ മേടിച്ച അവസ്ഥയായിരുന്നു. ആത്തിരി പൂത്തിരി കമ്പിത്തിരി മത്താപ്പേ. ആരോ വന്നപ്പോ തന്നെ ഓർമ്മ പൊട്ടിച്ചല്ലോ. എല്ലാ സാധനവും കിട്ടും, എല്ലാ സാമാനും ഉണ്ട്. നമ്മൾ മേടിക്കാൻ പോകുന്നത് ഇത്രയും രൂപയ്ക്കാണ്. 1 2 3 4 5. ഞാൻ എല്ലാം സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഗായ്സ് ഇതുണ്ടോ, നമ്മളിത് കുറേ സാധനം മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ 120 ഷോട്ട് ഇതുണ്ട്, 120 ഷോട്ട് ഉണ്ട്. ആകാശത്ത് പോയി വിരിയുന്ന സാധനം. ഇന്ന് രാത്രി നമ്മൾ മൊത്തത്തിൽ കത്തിക്കുന്നത് മാലപ്പടക്കവും സാധനം അതും ഇതും എല്ലാം നമ്മുടെ ഇതിലുണ്ട്. ഇഷ്ടംപോലെ സാധനമുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ പോകണം ഗായ്സ്. അപ്പോൾ നമ്മൾ സാധനം ഏതായാലും മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടിക്കുമ്പോൾ കാണാം കേട്ടോ മച്ചന്മാരെ. നമുക്കിനി ടൗണിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന. ഏതോ ഒരു ബൈപ്പാസിലാണ്. അപ്പോൾ കയറുമ്പോൾ താക്കോലെന്ത് ഇച്ചിരി സ്പീഡിലാണ് ഗൈസ്. കാരണം എല്ലാ പരിപാടിയും പടപടേന്നായിരിക്കും. ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻസ്, അൺലിമിറ്റഡ് സെലിബ്രേഷൻസ് ആണത് നമ്മൾ നടത്തുന്നത്. അയ്യോ പൊളിയേ, ഇത് പൊളിക്കല്ലേ, ഇത് പൊളിച്ചെടുത്തൊരു കള്ളിഷാപ്പ് നോക്കിയത് ഗൈസ്. അപ്പതേ അയ്യോ സാധനമൊക്കെ മേടിച്ച് നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇവിടെ ഫുള്ള് കണ്ടോ, ഭയങ്കര ആൾക്കൂട്ടം ഉണ്ട്.
ഫോൺ ബില്ലടിക്കുന്നു പുല്ല്. കോതമംഗലം ബസ് സ്റ്റാൻഡ് കേട്ടോ ഗൈസ് ഈ കാണുന്നത്. ഫുള്ള് കോതമംഗലം ബസ് സ്റ്റാൻഡൊക്കെ ഇവിടെ കുറഞ്ഞ തുണിക്കച്ചവടമൊക്കെ പഴഞ്ച തുണി കേട്ടോ. ഇത് ആരും മേടിക്കരുന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗതികെട്ടവര് ഇത് മേടിക്കേണ്ട അവസ്ഥ വന്നാൽ ആരായാലും മേടിക്കും. ഇവിടെ കണ്ടോ നമുക്ക് പടക്ക കച്ചവടം ഫുള്ള് കണ്ടോ. പടക്ക കച്ചവടം തകൃതിയായിട്ട് പോയിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാരെന്ന് വെച്ചാണല്ലോ ഈ അവരവരുടെ കടയായിരിക്കും ചിലപ്പോൾ ഉള്ളിരിക്കാൻ ജ്വല്ലറിയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അവരായിരിക്കും ഈ പുറത്തേക്കടെ ആണെങ്കിൽ ചെറിയ ചെറിയ കടകളായിട്ടിരിക്കുന്നത്. പക്ഷെ കച്ചവടം പല രീതിയിൽ ആൾക്കാർ നോക്കൂലോ. അപ്പൊ നമ്മുടെ ബ്രോ ഇവിടെ ഉണ്ട്. ബ്രോനെ കണ്ട് മീറ്റ് ചെയ്തിട്ട് തെറ്റിടാം നമുക്ക്. വണ്ടി കുഴിയിൽ നിന്ന് പൊങ്ങി വരുന്നവരുണ്ട്. വണ്ടി കുഴിയിൽ നിന്ന് പൊങ്ങി വരുന്നവരുണ്ട്. ഇത്ര സാധനമുണ്ട്. മാലപ്പുറത്തൊക്കെയാണ് ഈ ഇരിക്കുന്നത്. പൊട്ടിച്ച് നമ്മളൊരു വഴിക്കാൻ കളയുന്നുണ്ട്. ബ്രോ എവിടെ? ബ്രോയുടെ കടയുണ്ട് കേട്ടോ. കറക്റ്റ് ബസ് അവിടെ കൊണ്ട് ചവിട്ടിയാണ് ഇരിക്കുന്നത്. ആ പോട്ടെ ബസ് പോട്ടെ പോട്ടെ ബസ് പോട്ടെ. ബ്രോ അവിടെ മുടിഞ്ഞ തിരക്കാന്ന് ഇറങ്ങിട്ട് കൊടുക്കണേ. അപ്പോൾ ഗൈസ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാ സാധനവും മേടിച്ചുകൊണ്ട് നമ്മൾ നേരെ ഇത് പൊട്ടിക്കാനുള്ള പരിപാടിയിലേക്ക് പോവാണ്. നമ്മൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളിതിൻ്റെ പരിപാടി തുടങ്ങും. പിന്നെ കുറേ ആഘോഷ പരിപാടികളും അതും ഇത് മറ്റേത് മറിച്ചെല്ലാം നമ്മുടെ ഈ പ്രാവശ്യത്തെ സെലിബ്രേഷൻ ഫുള്ള് നമ്മൾ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ ഗൈസ് അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നത് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഗൈസ്. ഇതുപോലത്തെ തകർപ്പൻ വീഡിയോ ഇനിയും വരുന്നതായിരിക്കില്ലടാ. മോനസ് പവറാണോ? ഓ പവർ. യെസ്. സമയം 7 മണി. എന്തൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും എല്ലാം മറക്കുന്ന ഒരു ദിവസമാണ് ഡിസംബർ 30. സമയം 11:59. സ്ട്രോങ് വേണം. അത് രണ്ട് വലിയ എന്നിവിടെ കണ്ടില്ലേ? സമയം 12:30. കേട്ടോ. നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് കൊച്ചി.
വെറും 48 കിലോമീറ്റർ 1 മണിക്കൂർ. പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുന്നു. സ്ഥലമെന്ന് വെച്ചാൽ ഇത് സ്ഥലം. ഒരു മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല എവിടെയൊന്നും അല്ലേ? ഒരു മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല എവിടെയൊന്നും. സമയം ഏകദേശം ഒരു 2:45. ഒരു മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ വേണം നഗരമായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടോ ആൾക്കാർ 10 മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങണം, 2 മണിയാകുമ്പോൾ എഴുന്നേക്കണം. ഇത് എന്ത് എടീ ഇത് ഡോഗൻ്റെ വണ്ടിയല്ലേ ഇരിക്കുന്നത്? അതല്ലോ ചാടിക്ക്. ഹാപ്പി ന്യൂ ഇയർ! പവർ ചാട് ചാട് ചാടല്ലേ? ഇത് നമ്മുടെ കുട്ടികളാട്ടോ ആയിരിക്കണേ. അങ്ങോട്ട് പോവാ. എടാ എല്ലാവരും എൻ്റെ വ്യൂവേഴ്സിന് ഒരു ഹാപ്പി ന്യൂ ഇയർ കൊടുത്തടാ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. മറൈൻ ഡ്രൈവ് ബോട്ടിനെ പോലത്തെ ബ്രോ ഹാപ്പി ചേട്ടാ കഴിഞ്ഞ മറൈൻ ഡ്രൈവ് ഫുൾ ആൾക്കാരായിരുന്നു. അതും ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് ക്യാമറ എടുത്ത് വെച്ചുകൊണ്ട് അത് കൂടെ ക്യാമറയും പിടിച്ചുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഒന്ന് ചവിട്ടി ഒതുക്കിയെടുക്കുക ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗങ്ങൾ ചെയ്തിട്ടുള്ളത്. സോ ഗൈസ് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മച്ചാന്മാരെ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.